തുടച്ചത് ആ അത് കുഴപ്പമില്ല, അത് പാകത്തിനോട് ചോപ്പുണ്ട്. ഇതാണ് ചോപ്പ് കൂടി. നിന്റെ കവളെന്താ ചോന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ് ഞാനൊന്നും തേച്ചില്ല, ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. അതെ ഗൈസ്, ഒരു അസൂയാണ്. ഇന്ന് ലിപ്സ്റ്റിക് ഇട്ട ചെറുതായിട്ട് കൂടിപ്പോയി. അപ്പോൾ ഇന്ന് ഞങ്ങൾ പാർക്കലിന് പോവാണ് കേട്ടോ ഗൈസ്. നമ്മുടെ റിലേറ്റീവിൻ്റെ പാർക്കലാണ് കേട്ടോ, അതായത് ഞങ്ങളുടെ മേമയുടെ പാർക്കലാണ്. ഞാനും മനുവും ചേച്ചിയൊക്കെ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. കയറി വന്നപ്പോൾ തന്നെ ജ്യൂസും കട്ട്ലേറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മേലേക്ക് വന്നപ്പോൾ ഇവരെല്ലാവരും ഇരിക്കുന്നു. അപ്പം ഞങ്ങൾ അവിടെ ചെന്നിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഈ കുറുമ്പന്മാർ ഇതാ ഭയങ്കര ഓടിക്കളിയാണ് കേട്ടോ ഗൈസ്. ഞാൻ സൈഡിൽ കൂടെ അനുവിനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം കുറേ നേരമായി കൈയൊക്കെ പൊത്തി. പിന്നെ ഞാൻ അവളുടെ അനിയനെ പിടിച്ചു വെച്ചേക്കാൻ സമ്മതിക്കാനില്ല കേട്ടോ വീഡിയോ എടുക്കാൻ. പിന്നെ നമുക്കെന്താ പണി, നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഇരിക്കും. ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലിരുന്ന് വർത്താനം പറയലാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം താരങ്ങൾ ഇവരൊക്കെയാണ്. ഇവരൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് തകർക്കുകയാണ് കേട്ടോ ഗൈസ്. അതാ ഇതാണ് കേട്ടോ നീരൻ ഭയങ്കര ക്യൂട്ടല്ലേ ഗൈസ്. പാവം പിച്ച് ഞാൻ അവൻ്റെ കവിളെടുത്തു. ഇത് തന്നെ നീതു മേമയുടെ വാവയാണ് കേട്ടോ ഗൈസ്. പാവൻ്റെ ചേച്ചി അറ്റത്തായതുകൊണ്ട് കുഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പാടായി എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടോ ഗൈസ്. അവർ നേരത്തെ ഫുഡ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തിക്കാണ്. അമ്മ പറഞ്ഞ് വായോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അമ്മനെയും കാത്ത് ഞാൻ ചേച്ചിനെയും വെറുപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുറേ നേരം നിൽക്കുകയാണ്. അമ്മയുടെ ഫോട്ടോ ഷൂട്ട് ഇതാ എല്ലാവരും ഭയങ്കര കഷ്ടപ്പെട്ട് അമ്മയ്ക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഒരു ഫോട്ടോ നോക്കി അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എന്തോരം എടുത്തിട്ടും മതിയാവണില്ല. എടുത്തെടുത്തെടുത്ത് ഞങ്ങളെ വെറുപ്പിച്ചിട്ടാ ഗൈസ്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു ലോഡ് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞാനും അനുവും കൂടെ വീണ്ടും കണ്ടുമുട്ടി ഗൈസ്. ഞാൻ എൻ്റെ വെറുപ്പിക്കൽ നിർത്തിയിട്ടില്ല. പാവം അത് കൈ പറ്റിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഇത് ഇവിടുത്തെ കോട്ടിയാടാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കോട്ടിയാട്. മഴയായാലും വെയിലാണെങ്കിലും നല്ല രസമായിരിക്കില്ലേ ഗൈസ് ഇവിടെ ഇരുന്നാല്. പിന്നെയും ഇതാ ഇവരെ ഫോട്ടോഷൂട്ട് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇതാ വീഡിയോ ഒക്കെ എടുത്തിരിക്കുകയാണ്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് എന്നെ വെറുപ്പിക്കാൻ തുടങ്ങി. എന്നെ മാത്രമല്ല അനുവിനെയും കൂടെ വെറുപ്പിക്കാനുണ്ട് കേട്ടോ സൈഡിൽ കൂടെ തന്നെ. പിന്നെയും അവരുടെ സംസാരങ്ങൾ തുടങ്ങിക്കൊണ്ടിരുന്നിട്ടാ ഗൈസ്. പിന്നെ ഞങ്ങളും സംസാരിച്ചു. ഇപ്പം പോവാൻ എന്തായാലും ഉദ്ദേശമൊന്നുമില്ല. അങ്ങനെ ഉണ്ടല്ലോ ഗൈസ്, ഞാൻ നടന്നപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. ഞാൻ ഇത്രയും നേരം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പോയിട്ട് മിറർ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇന്ന് ലൈറ്റ് മാറ്റാം, ഞാൻ ലൈറ്റ് മാറ്റിയില്ല കേട്ടോ ഗൈസ്. പിന്നെ ദാനു പറയുന്ന ബുദ്ധൻ്റെ തലയിൽ ഷെല്ലാണ് മറ്റേതാന്നൊക്കെ. പിന്നെ അവളെ ട്രോളിക്കൊണ്ട് അവിടെ തന്നെ നിന്നിട്ടാ. ഇതാണ് അവളുടെ അമ്മ. എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരാളാണ് കേട്ടോ ആ വീഡിയോയിൽ, ഞാനുണ്ടാവോന്ന്. എന്നാൽ അത് പരാതിയാവണേക്കാളും മുമ്പ് അതിന് തീർത്തു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോഴൊന്നും പോകില്ലാന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് സൺ കിസ്ഡ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര